എൻ്റെ പേര് എൽസ. ഞാൻ വയനാട് നടവേൽ ഇടവകാംഗമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മൂത്ത മകൻ അവനും അവൻ്റെ ഭാര്യയും പുറത്ത് ജോലി ചെയ്യായിരുന്നേ. അപ്പോൾ അവൾക്ക് 2 വർഷമായിട്ട് ജോലിയില്ലായിരുന്നു. അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആസ്പത്രി പെട്ടെന്ന് അടച്ച് അവനും ജോലിയില്ലാതെ. ഇപ്പോൾ 4 മാസം അവരവിടെ വാടകയും കൊടുത്ത് നമുക്ക് നിൽക്കുക. അപ്പോൾ ജോലി കിട്ടും എന്നുള്ള ഇൻ്റർവ്യൂ നടന്നു, പക്ഷേ ഒരിക്കലും ജോലിക്ക് വിളിച്ചില്ല. കഴിഞ്ഞ മെയ് 31 അവർ ഇങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇവർക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര കരച്ചിൽ, ഞങ്ങൾക്ക് ജോലിയും കിട്ടുന്നില്ല, എന്താ ചെയ്യുന്നത്, പിള്ളേരും അവിടെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് കയറി പെട്ടെന്ന് വന്ന് നമുക്ക് ധ്യാനം കൂടാം, ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ജൂണിൽ 1-ാം തീയതി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ ഞാൻ വന്നപ്പോൾ പിള്ളേരും ഉണ്ടല്ലോ, അപ്പോൾ പിള്ളേർ വീട്ടിൽ ബാക്കി ഇവർ പെട്ടെന്ന് 2 പേരും കൂടെ ധ്യാനത്തിന് വന്നു. അപ്പോൾ അവൾ പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു, മൂക്കുത്തിയൊക്കെ കഴിച്ചു വെച്ചിട്ട് പോയിക്കോ, എന്തായാലും നിങ്ങൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഉരുണ്ടി വരും എന്ന് പറഞ്ഞു. എന്തായാലും അവൾ പറഞ്ഞതനുസരിച്ച് മൂക്കുത്തി ഊരി വെച്ചു. ഇവിടെ വന്ന് ധ്യാനം കൂടി ആ ആഴ്ച തന്നെ അവൾക്ക് ആ 4 മാസം മുമ്പ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ അവൾക്ക് ജോലി കിട്ടി. അത് കഴിഞ്ഞ് അവൻ ഇവിടുന്ന് പോയി 2 മാസമായപ്പോൾ അവനും ജോലി കിട്ടി. അങ്ങനെ പിള്ളേർ പിടിയായിരുന്നു. കഴിഞ്ഞപ്പം എപ്പോഴും ഇവർ 7 വയസ്സുള്ള കൊച്ചു 5 വയസ്സുള്ള കൊച്ചു രാത്രി മൂത്രമൊഴിക്കലോ എത്ര വയസ്സ് നമ്മൾ എടുത്ത് ഒഴിപ്പിച്ചാലും ഇവർ നേരം വെക്കുമ്പോഴത്തേക്കും പായും പുതപ്പൊക്കെ അലക്കാനാക്കി വെക്കും. അപ്പം ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിട്ട്, അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര നടുവേദനയാണ്. അപ്പോൾ ഇവരെ എഴുന്നേൽപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കാൻ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് 40 ജപമാല കണ്ട് പ്രാർത്ഥിക്കാം, ഈശോ നമുക്ക് സൗഖ്യപ്പെടുത്തുന്നു. അപ്പോൾ ആ കൊച്ചെന്തായാലും അവൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഈ 40 ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരു 3-4 40 ജപമാല കണ്ടു കഴിഞ്ഞപ്പോൾ ഇവക്കടെ മൂത്രമൊഴിക്കലും ഇവൻ്റെ ഈ കൊച്ചിനെയും 5 വയസ്സായ കൊച്ചിനെയും 2 പേരുടെയും മൂത്രമൊഴിക്കൽ മാറി. നല്ലൊരു കൈയ്യടി കൊടുത്ത വലിയൊരു സാക്ഷി കേൾക്കണം കേട്ടോ. കഴിഞ്ഞ ജൂൺ മാസത്തിലൂടെ താമസമുള്ള ധ്യാനം കൂടി ഇപ്പോൾ 2 പേർക്കും ജോലി കിട്ടി. ഈ അത്ഭുതം കണ്ടപ്പോൾ ഈ ഒരു പേടിയും മാറിപ്പോയി കേട്ടോ. പിന്നെ ഈ കൊച്ചിന് ഭയങ്കര ചുമയും. ഞങ്ങളങ്ങനെ കഴിഞ്ഞ നവംബറിൽ മക്കളെ അവിടെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 17 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി ഞാനും പോയി. അപ്പോൾ ഈ കൊച്ചിന് ഭയങ്കര ചുമ എന്ത് ചെയ്താൽ നിൽക്കുന്നില്ല, ചുമ. അങ്ങനെ നെബുലൈസേഷൻ വെച്ചുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ അത്ഭുത ജപമാല നമുക്ക് അവിടെ ഇരുന്ന് കാണാം. ഞങ്ങളെല്ലാവരും കൂടെ അത്ഭുത ജപമാല കണ്ടു. അപ്പോൾ കണ്ടോണ്ടി ഇപ്പോൾ നെബുലൈസേഷൻ ചെയ്തുകൊണ്ട് ഭയങ്കര ചുമയാണ്. അപ്പോൾ ഈ അച്ഛനിങ്ങനെ വിളിച്ച് പറയാം, ഇപ്പോൾ നെബുലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. എന്തായാലും അതിന് ശേഷം ആ കൊച്ചിന് ആ ചുമയെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. കണ്ടോ, സംഭവിക്കും. എൻ്റെ 2ാമത്തെ മകന് വേണ്ടിയിട്ടാണ്. അവൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവന് പൊക്കളിന് നീരും പഴുപ്പും ഇങ്ങനെ ഭയങ്കര വേദനയും. അപ്പോൾ അവനിങ്ങനെ അവിടെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സ്കാനിങ് ചെയ്ത് പറഞ്ഞു ഹെർണിയാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു, മോളോട് പറഞ്ഞു നമുക്കിന്ന് എല്ലാവർക്കും കൂടെ അത്ഭുത ജപമാല കാണാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അന്ന് വൈകുന്നേരത്തെ ചൊവ്വാഴ്ച അത്ഭുത ജപമാല കണ്ടു പ്രാർത്ഥിച്ചുകൊണ്ട് ഇവൻ ബുധനാഴ്ച രാവിലെ എത്തി അന്നത്തെ കുർബാനയിൽ സമർപ്പിച്ചു. പക്ഷേ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവൻ അപ്പം ഞാൻ പറഞ്ഞു, ആ സ്കാനിങ് ഒന്നും കാണിക്കണ്ട, നമുക്ക് വേറെ സ്കാനിങ് എടുക്കാം. അങ്ങനെ വേറെ സ്കാനിങ് എടുത്ത് ഇവിടെ വന്ന് വിംസിൽ പോയി ഓപ്പറേഷൻ തയ്യാറായാൽ ഞങ്ങൾ പോകുന്നേ. എന്തായാലും അവിടെ ചെന്ന് ആ സ്കാനിങ് ഒക്കെ നോക്കി പറഞ്ഞു, ഇപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്ത ഒരു കേസും ഇവനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കർത്താവ് ഇതുവരെ ഓപ്പറേഷൻ ചെയ്തില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. പിന്നെ 2ാമത്തെ ആ മകളുടെ അവൻ്റെ ഭാര്യേൻ്റെ തലയിൽ ഭയങ്കര താരനം, എപ്പോഴും ഉള്ളി തേക്കലും വെളുത്തുള്ളി. ഒരു 2-3 വർഷമായിട്ട് ഇത് തന്നെ ഭയങ്കര അസ്വസ്ഥത. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും താരം കടിച്ചിട്ട് വയ്യ, മുഖം മുഴുവൻ കുരു. അങ്ങനെ കുറേ മരുന്നൊക്കെ അതിന് കഴിച്ചു, എന്നിട്ടൊന്നും സൗഖ്യം കിട്ടുന്നില്ല. അങ്ങനെ അത്ഭുത ജപമാല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, താരനുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യപ്പെടുത്തും. അപ്പോൾ ഞാൻ മോളെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. എന്തായാലും ആ ഒരു അത്ഭുത ജപമാല കണ്ടു. പിന്നെ ഞങ്ങൾ 2-3 ആഴ്ചയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതെങ്ങനെ പോയെന്ന് അറിയില്ല, താരം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഇല്ല, മുഖത്ത് കുരുവില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഒലുവെണ്ണയും തേക്കുമായിരുന്നു, ഒലുവയിലും എപ്പോഴും തേക്കുമായിരുന്നു. അങ്ങനെ അതും സൗഖ്യപ്പെട്ടു. പിന്നെ ഞാനിവിടെ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ധ്യാനത്തിന് കടന്നു വന്നേ. പക്ഷേ എനിക്ക് ഭയങ്കര നടുവേദന ഉണ്ടായിരുന്നു. ഞാനോർത്ത് ഇങ്ങനെ എങ്ങനെ വന്ന് ധ്യാനം കൂടും. പക്ഷേ ആ തിങ്കളാഴ്ച തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, കാലിൻ്റെ വലതുവശത്ത് ഇങ്ങനെ അരയ്ക്ക് മുകളിൽ വേദന അനുഭവിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നെന്ന്. എന്തായാലും ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി. ധ്യാനം ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ കൂടാൻ നല്ലൊരു കൈയ്യടി കൊടുത്തോട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് സാക്ഷ്യങ്ങളാണ് കേട്ടോ.